ഹൈസ്കൂൾ തലങ്ങളിലേക്ക് PSC നടത്തുന്ന അധ്യാപക തസ്തികയാണ് HST. കഴിഞ്ഞ 2012 HST മലയാളം അവസാനമായി വിളിച്ചത്. അതുകഴിഞ്ഞ് നീണ്ട ഇടവേളയ്ക്കു ശേഷം 2021 HST മലയാളം വിളിച്ചിരിക്കുന്നു. HST കുറിച്ച് കൂടുതൽ അറിയാം. സെലക്ഷൻ ഡിസ്ട്രിക്ട് വൈസ്. ജില്ലാ അടിസ്ഥാനത്തിലാണ് HST പരീക്ഷ നടക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 29,200 രൂപ മുതൽ 62,400 രൂപ വരെ. സർവീസിൽ കയറുന്ന ഒരു ഹൈസ്കൂൾ അധ്യാപകന് 29,200 രൂപയും അതോടൊപ്പം 20% അലവൻസും HRAയും കേരള സർക്കാർ നിലവിൽ സ്റ്റാർട്ടിംഗ് സാലറിയായി നൽകി വരുന്നുണ്ട്. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും പ്രായത്തിൽ ഇളവുണ്ട്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി, B.Ed, കേട്ടറ്റ് 3 എന്നിവ ഉണ്ടായിരിക്കണം. പ്രസ്തുത വിഷയത്തിൽ നെറ്റ്, സെറ്റ്, MPhil, M.Ed, C.Tet ഇവയിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കേട്ടറ്റ് 3 നിർബന്ധമില്ല. 2012 നടന്ന HST മലയാളത്തിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. നല്ല നിലവാരമുള്ള പരീക്ഷയായിരുന്നു കഴിഞ്ഞ HST മലയാളമെങ്കിലും പ്രതീക്ഷിച്ച നിയമസാധ്യത ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. 2012 ശരാശരി കട്ട് ഓഫ് 33.6 മാർക്കായിരുന്നു. കൂടിയ കട്ട് ഓഫ് എറണാകുളം ജില്ലയിൽ 43.67 മാർക്കും കുറഞ്ഞ കട്ട് ഓഫ് വയനാട് ജില്ല 24.67 മാർക്കുമാണ്. കട്ട് ഓഫ് നില ജില്ല തിരിച്ച് കാസർഗോഡ് 39.67, കണ്ണൂർ 34, വയനാട് 24.67, കോഴിക്കോട് 36, മലപ്പുറം 39.33, പാലക്കാട് 36, തൃശൂർ 31, എറണാകുളം 43.67, ഇടുക്കി 29.67, കോട്ടയം 27.33, ആലപ്പുഴ 28.67, പത്തനംതിട്ട 26.67, കൊല്ലം 34.33, തിരുവനന്തപുരം 40.33. 2012 നടന്ന HST മലയാളത്തിന്റെ ലഭിച്ച ഉയർന്ന മാർക്ക് ഓരോ ജില്ലയിലും എത്രയാണെന്ന് നോക്കാം. കാസർഗോഡ് 55.67, കണ്ണൂർ 59.67, വയനാട് 47.67, കോഴിക്കോട് 68.67, മലപ്പുറം 60.67, പാലക്കാട് 57, തൃശൂർ 63.33, എറണാകുളം 63.33, ഇടുക്കി 58.67, കോട്ടയം 50, ആലപ്പുഴ 46.33, പത്തനംതിട്ട 46, കൊല്ലം 64.67, തിരുവനന്തപുരം 61.33. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 2021 അപേക്ഷകരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായി കാണാം. 2012 ആകെ 13,994 പേർ അപേക്ഷിച്ച സ്ഥാനത്ത് ഈ വർഷം വെറും 5,572 പേർ മാത്രമാണ് അപേക്ഷിച്ചിട്ടുള്ളത്. കേട്ടറ്റ് 3 നിർബന്ധമാക്കിയത് കൊണ്ടാണ് അപേക്ഷകരുടെ എണ്ണത്തിൽ ഇത്രയും കുറവ് വന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി HST മലയാളത്തിന്റെ സിലബസ് വിശദമായി പരിചയപ്പെടാം. പാർട്ട് എ, പാർട്ട് ബി എന്നിങ്ങനെ 2 ഭാഗങ്ങളിലായി 100 മാർക്കിന് 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. പാർട്ട് എ എല്ലാ വിഭാഗക്കാർക്കും പൊതുവായിട്ടുള്ളതാണ്. പാർട്ട് എയിൽ 3 മൊഡ്യൂളുകളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. പാർട്ട് എ കഴിഞ്ഞ തവണ 2012 15 മാർക്കിന് മൊഡ്യൂൾ 1 and 2 വിഭാഗത്തിൽ നിന്നും മൊഡ്യൂൾ 3 വിഭാഗത്തിൽ നിന്ന് 5 മാർക്കിനുമാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. പാർട്ട് എ വിഭാഗം ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും
പാർട്ട് ബി പ്രസ്തുത വിഷയം മലയാളത്തിലുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. പാർട്ട് ബി മലയാളം. മലയാള സാഹിത്യത്തെ 8 മൊഡ്യൂളുകളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. 1. മലയാള കവിത. പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായ പാട്ടുപ്രസ്ഥാനം, അവയ്ക്ക് ലീലാതിലകത്തിൽ നൽകിയിരിക്കുന്ന ലക്ഷണം, ആദ്യ പാട്ടുകൃതികളായ രാമചരിതം, തിരുനീൾമാല, നിരണം കൃതികൾ എന്നിവ. പാട്ടിൻ്റെ നാടോടി സ്വഭാവം, തെക്കൻ പാട്ടും വടക്കൻ പാട്ടും. പ്രാചീന മലയാളത്തിലെ അതിപ്രധാനമായ കാവ്യശാഖയായി കണക്കാക്കുന്ന മണിപ്രവാള സാഹിത്യം, അവയുടെ ലക്ഷണം, പ്രാചീന ചമ്പുക്കൾ, മധ്യകാല ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പൊതുധാരണ. ഇതര കാവ്യ പ്രസ്ഥാനങ്ങളിൽ വരുന്ന ഗാഥാ പ്രസ്ഥാനം, കിളിപ്പാട്ട് പ്രസ്ഥാനം, കീർത്തനങ്ങൾ, വഞ്ചിപ്പാട്ട് എന്നിവ. കാൽപ്പനികതയുടെ പൂർവഘട്ടം, കൊടുങ്ങല്ലൂർ കളരി, വെൺമണി കവിതകൾ, കേരളവർമ്മ പ്രസ്ഥാനം തുടങ്ങി മഹാകാവ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പൊതു സവിശേഷതകൾ. മലയാള കാവ്യ പ്രസ്ഥാനത്തിൽ കാൽപ്പനികതയുടെ കടന്നുകയറ്റം, ആധുനിക കവിത്രയങ്ങളായ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ തുടങ്ങി അവയ്ക്കു ശേഷം കടന്നുവന്ന കവികളും അവയുടെ കവിതകളുടെ പൊതു സവിശേഷതകളും. ഇടപ്പള്ളിയും ചെങ്ങമ്പുഴയും, പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, വയലാർ, പി ഭാസ്കരൻ, ONV തുടങ്ങിയവർ. ആഖ്യാനത്തിൻ്റെ പുതുവഴികൾ സൃഷ്ടിച്ച NV കൃഷ്ണവാര്യർ, അയ്യപ്പ പണിക്കർ, M ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വം എന്നിങ്ങനെ മലയാള കവിതാ സാഹിത്യത്തിൻ്റെ പ്രാചീന കാലഘട്ടം മുതൽ ആധുനിക ഉത്തരാധുനിക കവികൾ വരെ. 2. മലയാള നോവലും ചെറുകഥയും. ആദ്യകാല കൃതികൾ മുതൽ സമകാല കൃതികൾ വരെ. നോവൽ സാഹിത്യം. നോവൽ സാഹിത്യ വിഭാഗത്തിലെ ആദ്യകാല നോവലുകൾ ഒ ചന്തുമേനോൻ, CV എന്നിവയുടെ കൃതികളടങ്ങിയ ആദ്യഘട്ടം. തകഴി ശിവശങ്കരപിള്ള, കേശവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവയുടെ കൃതികൾ അടങ്ങിയ രണ്ടാം ഘട്ടം. ഭാവുകത്വ വ്യതിയാനം. രാജലക്ഷ്മി, MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി, K സുരേന്ദ്രൻ, നന്ദനാർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, C രാധാകൃഷ്ണൻ, NP മുഹമ്മദ് എന്നിവരുടെ രചനകളടങ്ങിയ മൂന്നാം ഘട്ടം. അസ്തിത്വാന്വേഷികൾ. OV വിജയൻ, ആനന്ദ്, M മുകുന്ദൻ എന്നിവരുടെ കൃതികളടങ്ങിയ ആധുനിക ഘട്ടം. ആഗോളവൽക്കരണം, പരിസ്ഥിതിവാദം, ദളിതവാദം, സ്ത്രീവാദം, സൈബർ കേന്ദ്രീകൃതമായ നോവലുകൾ അടങ്ങിയ ഉത്തരാധുനിക ഘട്ടം എന്നിങ്ങനെ നോവൽ സാഹിത്യ വിഭാഗങ്ങളെ പല ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇത്തരം നോവലുകളെയും നോവലിസ്റ്റുകളെയും കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കണം. ചെറുകഥാ സാഹിത്യം. ആദ്യകാല കഥകൾ ഉൾക്കൊള്ളുന്ന ആദ്യഘട്ടം. തകഴി ശിവശങ്കരപിള്ള, കേശവദേവ്, കാരൂർ നീലകണ്ഠപിള്ള എന്നിവർ അടങ്ങിയ നവോത്ഥാന ഘട്ടം. MT വാസുദേവൻ നായർ, T പത്മനാഭൻ തുടങ്ങിയവരുടെ രചനകളടങ്ങിയ കാൽപ്പനിക ഘട്ടം. ദർശനത്തിലും ഭാഷയിലും വരുന്ന മാറ്റം ഉൾക്കൊള്ളുന്ന ആധുനിക ഘട്ടം. മൂല്യസങ്കല്പങ്ങളിൽ വന്ന മാറ്റം. പരിസ്ഥിതി, സ്ത്രീ, ദളിത് ജീവിത ചിത്രീകരണം, ഉപഭോഗ സംസ്കാരവും ആഗോളവൽക്കരണവും ഉൾക്കൊള്ളുന്ന ആധുനികോത്തര ഘട്ടം എന്നിങ്ങനെ ചെറുകഥ, നോവൽ സാഹിത്യ വിഭാഗത്തിലെ വളർച്ചാഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ. 3. ഗദ്യ സാഹിത്യം. ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ. ഗദ്യത്തിൻ്റെ വളർച്ച, ഭിന്നതലങ്ങൾ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായവരുടെ ആത്മകഥകൾ, തർജ്ജമകൾ, കേരളീയരുടെ ആത്മകഥകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ. ജീവചരിത്രം, അവയുടെ ലക്ഷണം, വിഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രം, അവഗണിക്കപ്പെട്ടവരുടെ ജീവചരിത്രം എന്നിവ. സഞ്ചാര സാഹിത്യം. ആദ്യകാല സഞ്ചാരികളും യാത്രാക്കുറിപ്പുകളും. സഞ്ചാര സാഹിത്യത്തിൻ്റെ ലക്ഷണം, അവയിലെ പ്രധാന കൃതികൾ. വൈജ്ഞാനിക സാഹിത്യം. വിവിധ മേഖലകളിലുള്ള വിജ്ഞാനത്തിൻ്റെ വളർച്ച, അതിൻ്റെ ആവിഷ്കാരം, വൈദ്യം, ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഗണിതം, കൃഷി എന്നീ രംഗങ്ങൾ മുതൽ വിവരസാങ്കേതിക തലം വരെയുള്ള വൈജ്ഞാനിക സാഹിത്യകൃതികൾ. 4. നിരൂപണം. മലയാള സാഹിത്യ വിമർശനവും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും. മലയാള വിമർശനം പ്രാരംഭഘട്ടം. പത്രമാസികകളുടെ പങ്ക്, അവയുടെ വളർച്ച. കേസരി ബാലകൃഷ്ണപിള്ളയുടെ പങ്ക്.
ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, MP പോൾ എന്നിവർ അടങ്ങിയ വിമർശകത്രയം. വിമർശനത്തിലെ ധാരകൾ: മാർക്സിസ്റ്റ് മനഃശാസ്ത്ര സാമൂഹ്യശാസ്ത്ര സർഗാത്മക ചിന്താ പദ്ധതികൾ, ആധുനിക ഉത്തരാധുനിക വിമർശനം, പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, T.S. എലിയട്ട് എന്നിവരുടെ ചിന്തകൾ, മാർക്സിയൻ സൗന്ദര്യ ദർശനം, അസ്തിത്വ ദർശനം, ആധുനിക ഉത്തരാധുനിക ചിന്തകൾ, ദളിത്, പരിസ്ഥിതി, സ്ത്രീവാദ ചിന്തകൾ. പൗരസ്ത്യ സിദ്ധാന്തങ്ങൾ: കവി, കാവ്യം, സഹൃദയൻ എന്നിവയുടെ നിർവചനങ്ങൾ, രസം, ധ്വനി, അലങ്കാരം, വൃത്തം, തിണ എന്നീ കാവ്യ സിദ്ധാന്തങ്ങൾ. 5. ഭാഷാശാസ്ത്രം, ഭാഷാചരിത്രം, വ്യാകരണം. ഭാഷയെക്കുറിച്ചുള്ള നിർവചനം, സ്വനിമം, രൂപിമം, വാക്യം, അർത്ഥം എന്നിവയെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്ര സങ്കല്പങ്ങൾ. മലയാള ഭാഷയുടെ ഉൽപ്പത്തി, അവയ്ക്കുണ്ടായിട്ടുള്ള ഭിന്നവാദങ്ങൾ, മലയാള ഭാഷയുടെ വളർച്ച, ഭിന്നഘട്ടങ്ങൾ എന്നിവ. അക്ഷരമാല, ശബ്ദവിഭാഗം, നാമവിഭാഗം, കൃതിവിഭാഗം, ഭേദകം, വാക്യവിചാരം എന്നിവയെ മുൻനിർത്തിയുള്ള വ്യാകരണപരമായിട്ടുള്ള പഠനം. 6. മാധ്യമ പഠനം. അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെ. അച്ചടി, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങൾ ഭാഷയുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക്. പത്രമാസികകളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ. റേഡിയോ പ്രക്ഷേപണ ചരിത്രവും റേഡിയോ ജേർണലിസവും. ടെലിവിഷൻ പ്രക്ഷേപണ ചരിത്രം. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഭാഷയ്ക്കുണ്ടാവുന്ന മാറ്റങ്ങൾ. 7. ദൃശ്യകല. ആട്ടക്കഥ, തുള്ളൽ, നാടകം, സിനിമ. ആട്ടക്കഥ വളർച്ചയും വികാസവും, ആട്ടപ്രകാരവും ക്രമദീപികയും, വള്ളത്തോളും കേരള കലാമണ്ഡലവും പ്രധാന ആട്ടക്കഥകൾ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം, അവയുടെ വളർച്ച, വിവിധ തരം തുള്ളലുകൾ, നമ്പ്യാരുടെ കൃതികൾ. നാടകം മലയാള നാടകത്തിൻ്റെ ആദ്യ രൂപങ്ങൾ, തർജ്ജമകൾ, സംഗീത നാടകം, സാമൂഹിക രാഷ്ട്രീയ നാടകം എന്നിവ. നവീന സങ്കല്പങ്ങൾ: ഇബ്സണിസം, അബ്സേർഡ് നാടകം, ഇംപ്രഷനിസ്റ്റ് നാടകം, തനത് നാടകം എന്നിവ. സിനിമ മലയാള സിനിമയുടെ വളർച്ചയും വികാസവും, സിനിമയും സാഹിത്യവും. 8. സംസ്കാര പഠനം. കേരള സംസ്കാരവും നാടോടി വിജ്ഞാനവും. സംസ്കാര പഠനത്തിന് സഹായകമാകുന്ന ഉപാധികൾ: ആര്യാഗമനവും സാംസ്കാരിക സമന്വയവും, മലയാള ഭാഷയുടെ വികാസ പരിണാമം, സാംസ്കാരിക മേഖലകളിലുള്ള കേരളത്തിൻ്റെ മുന്നേറ്റം, പാശ്ചാത്യ അധിനിവേശം, അവയുടെ ഫലങ്ങൾ, നവോത്ഥാനം, നവോത്ഥാന നായകന്മാർ, ജനകീയ മുന്നേറ്റങ്ങൾ, ഐത്തോദ്ഘാടനം, ഐക്യ കേരളം, ആധുനിക ഉത്തരാധുനിക കാലഘട്ടത്തിലെ സാംസ്കാരിക വ്യതിയാനങ്ങൾ. ഫോക്ലോർ സംജ്ഞയും സവിശേഷതയും, ഫോക്ലോറിൻ്റെ ധർമ്മങ്ങൾ, ഫോക്ലോർ ജനുസുകൾ, സംസ്കാര പഠനത്തിൽ നാടോടി വിജ്ഞാനത്തിൻ്റെ പങ്ക് എന്നിങ്ങനെ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചാഘട്ടങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചുമുള്ള ധാരണ. HSAക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ക്ലാസുകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. കൂടുതൽ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക.